അപ്പം ₹1000 താഴെ വാങ്ങാൻ പറ്റിയ ഒരു കിടിലൻ വയർലെസ് മൈക്രോഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ കുറച്ചതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. കൂടുതൽ പുറപ്പെടുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മൈക്കിന്റെ പെട്ടി എന്ന് പറയുന്നത്. ബ്രാൻഡിങ് കാര്യങ്ങളൊന്നുമില്ല, വയർലെസ് മൈക്രോഫോൺ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വ്ളോഗ് ഷോർട്ട് വീഡിയോക്കും ഇന്റർവ്യൂക്കും ലൈവ് ഷോക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വയർലെസ് മൈക്കാണ്. ടൈപ്പ് സി ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്കാണ്. ടൈപ്പ് സി റിസീവറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഐഫോൺ ആണെങ്കിൽ ലൈറ്റ്നിങ് കിട്ടും, ബട്ട് ഇപ്പോഴാണ് ഐഫോൺ ടൈപ്പ് സി ആയതുകൊണ്ട് നിങ്ങൾക്ക് ടൈപ്പ് സി തന്നെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. നമുക്കിതിൽ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. 20 മീറ്റർ റിസപ്ഷൻ കിട്ടും, വയർലെസ് ആയിട്ട് 20 മീറ്ററോളം കിട്ടും. പ്രിസൈസ് ഓഡിയോ ആണ്, ക്ലിയർ ടിമ്പറാണ്, ഹൈലി സെൻസിറ്റീവ് ആണ്, വൈഡ്ലി കമ്പാറ്റബിലിറ്റി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫീച്ചേഴ്സ് കാണാൻ കഴിയും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പെട്ടിൻ്റെ മുകളിലുള്ളത്. നമുക്കിനി അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പെട്ടിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. ഇതിൻ്റെ വയർ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. അപ്പം ഇങ്ങനെയാണ് പെട്ടി. അപ്പോൾ ജസ്റ്റ് ഇതാ നമുക്ക് 2 മൈക്ക് വയർലെസ് മൈക്കാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇവിടെയാണ് മൈക്ക്. ഇതാണ് നമ്മുടെ മൈക്രോഫോൺ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഫോക്കസ്. അപ്പം ഇതാണ് നമ്മുടെ വയർലെസ് മൈക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സൈസ് ഉണ്ടാവും. അപ്പോൾ സൈഡിലാണെങ്കിൽ നമുക്കിവിടെ പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ സൗണ്ട് കൺട്രോൾ ആണ്. സൗണ്ടിൻ്റെ 2 ലെവൽ കൂട്ടാനും 2 ലെവൽ കുറയ്ക്കാനും കഴിയും. അപ്പോൾ നമുക്കിവിടെ പോസിറ്റീവ് നെഗറ്റീവ് ബട്ടൺസ് വരുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ ക്ലിപ്പ് ചെയ്യാൻ, നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. സാധാരണ വയർലെസ് മൈക്ക് പോലെ മാഗ്നറ്റിക് അല്ല, ക്ലിപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ വയർലെസ് മൈക്ക് എന്ന് പറയുന്നത്. ടൈപ്പ് സി ചാർജിങ് ആണ്. പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ റിസീവർ. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ റിസീവർ. ഈ റിസീവർ ഏതെങ്കിലും ടൈപ്പ് സി ഫോണിൽ കുത്താം, എന്നിട്ട് ഈ മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കണക്ട് ആയിക്കോളും. അപ്പോൾ ഇതാണ് റിസീവർ. ഈ റിസീവറിൻ്റെ മുകളിൽ ഒരു ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ചാർജ് ചെയ്യാനും പറ്റും. കണ്ടില്ല, ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. ജസ്റ്റ് കണക്ട് ചെയ്തതിന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്, ടൈപ്പ് സി ആണ്. അപ്പോൾ നമ്മൾ റിസീവറാണത്. അപ്പോൾ റിസീവർ ജസ്റ്റ് ഇതാ ടൈപ്പ് സിയിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യുക. ജസ്റ്റ് അത്രേ ഉള്ളൂ, കൊണ്ട് കണക്ട് ചെയ്താൽ മതി. അപ്പം ഈ ഒരു ലുക്ക് ഉണ്ടാവും കാണാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ മൈക്ക് കൊണ്ട് എടുക്കുക. ഇവിടെ പവർ ബട്ടൺ ഉണ്ടാവും, സെൻറ്ററിൽ പവർ ബട്ടൺ. അത് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓണായി, വൈഫൈ കണക്റ്റഡ് ആയി. അപ്പം വൈഫൈൻ്റെ ചിഹ്നം വന്നിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് ആയി. പിന്നെ മൈക്കിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ടെങ്കിൽ റിസീവറായിട്ട് കണക്റ്റഡ് ആയി നടത്താം. അപ്പോൾ റിസീവർ ജസ്റ്റ് ഊരി വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചുതരാം. പിന്നെ എന്തോ മൈക്കിലെ ഓപ്ഷൻ പോയി, അതിൻ്റെ പകരം കണ്ടോ സിഗ്നൽ ഇല്ല എന്ന ഓപ്ഷൻ വഴി വൈഫൈയിലും കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നീ റിസീവർ തിരിച്ച് കുത്തി കഴിഞ്ഞാൽ തിരിച്ചത് കണക്റ്റ് ആവും. കണ്ടോ, മൈക്കും വന്ന് ഒക്കെ കണക്റ്റഡ് ആയി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിന് 2 ലെവൽ സൗണ്ട് കുറയ്ക്കാനും 2 ലെവൽ സൗണ്ട് കൂട്ടാനും പറ്റും. അപ്പോൾ എങ്ങനെ കാണിച്ചുതരാം. ഇവിടെ മൈനസിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ നെഗറ്റീവിൻ്റെ ഓപ്ഷൻ. അതിൽ ഒരു വട്ടം നിൽക്കിയാൽ മൈക്കിൻ്റെ കണ്ടോ ഒരു വട്ടം ബ്ലിങ്ക് ആയി, അതായത് ഒരു വട്ടം ലെവൽ കുറഞ്ഞു. ഒന്നും കൂടി നിൽക്കിയാൽ ഒരു വട്ടം കൂടി കുറഞ്ഞു. അങ്ങനെ നമുക്ക് 2 ലെവൽ സൗണ്ട് കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ ജസ്റ്റ് നേരത്തെ പോലെ ഡീഫോൾട്ട് ആക്കുക. ഇവിടുത്തെ മറ്റേ പ്ലസ് ബട്ടൺ ലേറ്റ് ടോപ്പിലുള്ള അത് 2 വട്ടം നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് ലെവൽ കൂട്ടാൻ പറ്റും. അപ്പം ഇതിൽ ഡീഫോൾട്ടായിട്ട് വരുന്നത് 6 dB ആണ്. ഇപ്പോൾ നോർമൽ 6 dBയിലാണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഓഡിയോ റെക്കോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് മൈക്കിൻ്റെ. ഇതിപ്പോൾ ഡീഫോൾട്ട് ഓപ്ഷനിലാണ് 6-ലുള്ളത്. ഞാൻ ഓഡിയോ ലെവൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇനി ഇതിൻ്റെ ഓഡിയോ കേൾപ്പിച്ചു തരാം. സ്റ്റാർട്ട്. ഈ റൂം നല്ല എക്കോ ആണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വയർലെസ് മൈക്കിൻ്റെ മൈക്കിലൂടെയാണ്. അപ്പം ഇതായിരിക്കും ഇതിൻ്റെ ഡീഫോൾട്ടായിട്ട് വരുന്ന 6 dBയിലുള്ള നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഓഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ ഓഡിയോ ക്ലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അടിപൊളി ബഡ്ജറ്റ് വയർലെസ് മൈക്രോഫോണാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ മൈക്ക് തന്നെയാണ് ഇത്. അപ്പം ഞാൻ ഇപ്പോൾ ഇൻഡോറിലാണ്. ഈ റൂം അത്യാവശ്യം നല്ല എക്കോ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൗണ്ട് ക്ലാരിറ്റി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഈ ഒരു മൈക്കിൽ ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോയിൽ. ബട്ട് ഔട്ട്ഡോറിലൊക്കെ ആണെങ്കിൽ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം വീഡിയോയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ നോക്കി ഓൾ ഓപ്ഷനൊക്കെ വരുന്നത് പുതിയ പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം അടുത്തൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ വരിക്കും. ബൈ.